ഈ ദിവസങ്ങളൊക്കെ സാമൂഹ്യ മാധ്യമങ്ങളും മുഖ്യ സമ്പർക്ക മാധ്യമങ്ങളൊക്കെ ഏറെ പ്രാധാന്യത്തോടെ സൂക്ഷിച്ച് വീക്ഷിച്ച് കൈകാര്യം ചെയ്യുന്ന വലിയൊരു വാർത്തയാണ് അതിരപ്പള്ളിയിലെ മസ്തിഷ്കത്തിൽ മുറിവുകളുള്ള ആനയെ മയക്കുവെടി വയ്ക്കുന്നതും തുടർന്ന് അതിൻ്റെ പരിചരണത്തിന് കൊണ്ടുപോകുന്നതും. ദിവസങ്ങളെടുക്കുന്ന ഒരു കാര്യമായിരുന്നു. അതിന് നമ്മുടെ എല്ലാവരും, ലോകമെമ്പാടുമുള്ള മലയാളികളൊക്കെ ഏറെ കൗതുകത്തോടെയും ഏറെ കരുതലോടെയും കണ്ടൊരു മനോഹരമായ ചിത്രം മാധ്യമങ്ങളൊക്കെ നമ്മുടെ മുമ്പിൽ കാണിച്ചു തന്നു. ഈ മയക്കുമടി വെച്ച് ഈ ആന ചെറിയാൻ നേരത്ത് കൂടെയുണ്ടായിരുന്ന ഏഴാറ്റുമുഖം ഗണപതി എന്ന് പറയുന്ന ആന സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ ഒത്തിരി വന്നിട്ടുള്ളതാണ്. ഈ അടുത്ത കാലത്താണ് അതിരപ്പള്ളി പോലീസ് സ്റ്റേഷൻ്റെ അവിടേക്ക് ഏഴാറ്റുമുഖം ഗണപതി എന്ന ആന റോട്ടിലേക്ക് ഇറങ്ങി വരുമ്പോൾ നല്ല മനോധൈര്യമുള്ള പോലീസുകാരൻ വടിയെടുത്തിട്ട് പറഞ്ഞു, ലാത്തി എടുത്തിട്ട് പറഞ്ഞു, ഇറങ്ങിപ്പോകാൻ പറഞ്ഞപ്പോൾ അനുസരണമുള്ള കുട്ടിയോടുകൂടി ആളുകൾ നോക്കി നിൽക്കുമ്പോൾ വീണ്ടും കാട്ടിലേക്ക് ഇറങ്ങിപ്പോയ മാധ്യമങ്ങളൊക്കെ നോക്കിക്കണ്ട ഗണപതി എന്ന് പറയുന്ന ആന. ഈ ആന ചെയ്ത മനോഹരമായ കാഴ്ച മാധ്യമങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു, കരുതലും സ്നേഹവും എന്നാണ് അതിന് അടിക്കുറിപ്പ് കൊടുത്തത്. ഈ മസ്തിഷ്കത്തിലെ മുറിവുള്ള ആന മയക്കുമടിയേറ്റ് ശരിയാ നേരത്ത് ഈ ഗണപതി എന്ന് പറയുന്ന ആന തൻ്റെ തുമ്പിക്കൈ കൊണ്ട് ചേർത്ത് പിടിച്ചു. അതിന് കൊടുത്ത ടൈറ്റിലാണ് കരുതലും സ്നേഹമൊക്കെ. പലരെയും നമുക്ക് തളർത്താനും വീഴ്ത്താനും സാധിക്കും. പക്ഷേ തളരുന്നവനെയും വീഴുന്നവനെയൊക്കെ ഈ ഗണപതി ആന കാണിച്ചതുപോലെ ചേർത്ത് പിടിക്കാൻ, നിന്നെ ആരൊക്കെ തളർത്തിയാലും നിന്നെ ആരൊക്കെ വീഴ്ത്തിയാലും ചേർത്ത് പിടിക്കാൻ ഈ സൗഹൃദത്തിൻ്റെ ഹൃദയമുണ്ട്, ഈ സൗഹൃദത്തിൻ്റെ കരുത്തുണ്ട് എന്ന് നമുക്കൊക്കെ പറയാൻ കഴിയണം. എന്തെങ്കിലുമൊക്കെ സാമൂഹ്യ വിപത്തുകളൊക്കെ വരുമ്പോൾ പ്രകൃതി സൂചനകൾ നൽകും, പക്ഷികൾ സൂചന നൽകും, മൃഗങ്ങൾ സൂചന നൽകും. ഇതൊരു സൂചനയാണ്. തളർന്നും തകർന്നൊക്കെ പോകുമ്പോൾ നമ്മുടെ സൗഹൃദങ്ങളൊക്കെ ഇട്ടിട്ട് പോകാനുള്ളതല്ല. ആ തളരുന്നവനെയും വീഴുന്നവനെയൊക്കെ ഈ ഗണപതിയെപ്പോലെ ചേർത്ത് പിടിക്കണം. നീ എത്ര താഴ്ചയിലേക്ക് തളർന്നു പോയാലും ഞാൻ കൂടെയുണ്ട്, നീ സൗഹൃദനായി സ്നേഹിതനായി കണ്ട ഞാൻ കൂടെയുണ്ട്, നീ തളർന്ന് വീഴാതിരിക്കാൻ, നിന്നെ ബലത്തോടെ ചേർത്ത് പിടിക്കാൻ. ദൈവം നമ്മുടെ സൗഹൃദങ്ങളെയും തളർന്നും തകർന്നും പോകുന്നവരെയൊക്കെ ചേർത്ത് പിടിക്കാൻ ഒരു നല്ല മനസ്സും ഒരു കരുത്തുള്ള ഹൃദയവും സൗഹൃദവും നമുക്ക് നൽകട്ടെ. ദൈവം സമൃദ്ധമായി നമ്മളെ അനുഗ്രഹിക്കട്ടെ.